ഏട്ടാ ഏട്ടന് വോട്ടേഴ്സ് ഐ ഡി എന്തേ? എന്തോതിന്? അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് താ. എന്തോതിനാ? അതൊക്കെ ഉണ്ട് തരാൻ. എനിക്കറിയാം. കൊരങ്ങനെ പ്ലാസ്റ്റിക് കവർ ഇട്ടത് കാണിക്കാനില്ല, അങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഈ കൊരങ്ങ് പോലിരിക്കുന്ന ഫോട്ടോ മാറ്റിയിട്ട് ഏട്ടന്റെ ഇപ്പോഴത്തെ സുന്ദരമായിട്ടുള്ള മുഖം നമുക്ക് ഇതിൽ ചേർക്കാം. എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വെട്ടി ഒട്ടിക്കാനില്ലയോ? അതെ, നമ്മുടെ വോട്ടേഴ്സ് ഐ ഡിയിൽ എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ നമുക്ക് തന്നെ തിരുത്താനുള്ള ഒരു അവസരം ഗവൺമെന്റ് ഒരുക്കി തന്നിട്ടുണ്ട്. അതെങ്ങനെയാ? അതെ, www.nvsp.in എന്ന ഒരു വെബ്സൈറ്റിൽ കയറണം. സൈറ്റിൽ കയറണോ? വെബ്സൈറ്റിൽ കയറാൻ മടിയാണെന്നുണ്ടെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ EVP ഐക്കൺ എന്നൊരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും. അതിലേക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു OTP നമ്പർ അവർ സെൻഡ് ചെയ്യും. ഈ OTP നമ്പർ നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്യുമ്പം നമ്മുടെ ID കാർഡിൻ്റെ നമ്പർ, നമ്മുടെ പേര്, നമ്മുടെ മെയിൽ ID, അതുപോലെ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഒരു സ്ക്രീനിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം പതിഞ്ഞു വരും. ഇതിലേക്ക് നമുക്ക് മാറ്റം വരുത്തേണ്ട എല്ലാ ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് ഏട്ടൻ്റെ കുരങ്ങിൻ്റെ ഒരു ഫോട്ടോ കാണും, അതും കൂടെ അങ്ങ് മാറ്റിക്കും. നവംബർ 30 വരെയുള്ളൂ, അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ കിട്ടും? ഇത് നമ്മുടെ തപാൽ വഴി ഗവൺമെന്റ് അയച്ചു തരും, അതൊന്നും പേടിക്കണ്ട. പിന്നെ ഏട്ടൻ്റെ ഈ കീറി പറഞ്ഞ ലൈസൻസ് ഉണ്ടല്ലോ, എന്താ എന്തൊരു കോല, നിങ്ങൾ കണ്ടോ? ഇങ്ങനെ ആ ബുക്ക് സ്കൂളിൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് മാറ്റി കാർഡ് ഫോമിലേക്ക് മാറ്റണം കേട്ടോ. അല്ല, ഇതൊന്നും ധൃതി വെച്ച് മാറ്റുന്നത്, അതിനകത്ത് വാലിഡിറ്റി ഉണ്ടല്ലോ. നീ 5-6 വർഷമുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ ഡ്രൈവിംഗ് ലൈസൻസും കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ പുതിയ സോഫ്റ്റ്വെയർ ആയ സാരഥിയിലേക്ക് പോർട്ട് ചെയ്യണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉത്തരവിട്ടിട്ടുണ്ട്. നീ എളുപ്പം ആപ്ലിക്കേഷൻ പറ. അതിന് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. ഒന്നെങ്കിൽ RT ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ സബ് RT ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഈ ബുക്ക് ഫോമിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കാർഡ് ഫോമിലേക്ക് മാറ്റണം. ഇത് തിരുത്തിയില്ല വല്ല പ്രശ്നമുണ്ടോ? മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പറ്റത്തില്ല, പിന്നെ അതിന് വേണ്ട സർവീസുകൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ പോട്ടെ, നിനക്ക് എങ്ങനെ ഇത്രയൊക്കെ വിവരങ്ങൾ വെച്ച്? അത് ഞാനിപ്പോ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങി. ഏട്ടൻ മാത്രമേ എല്ലാ വീഡിയോയിലും തിളങ്ങിയാൽ മതിയോ? ഞാനും ഒന്ന് തിളങ്ങട്ടെ എന്ന്. ഓ